അതെ, അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാത്തവർക്കും, നമ്മളുടെ വീഡിയോ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവരാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി. അതെ, അപ്പോൾ കുഞ്ഞാറ്റയുടെ ഓണം എവിടം വരെ കുഞ്ഞാറ്റെ? ഒന്നും ആയില്ല. അപ്പോൾ വെള്ളിയാഴ്ചയല്ലേ ഓണം, തിരുവോണം. ഡ്രസ്സൊക്കെ എടുത്തോ? അപ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് എടുത്തത്? അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ വന്നതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് എടുത്തേ പറഞ്ഞേ? നമ്മുടെ വിദേശത്തുള്ള ഒരു ആന്റി നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ ഓണക്കോടി എടുക്കാൻ സഹായിച്ചു. അതെ, അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു, എങ്ങനെയാണ് ഓണക്കോടിയൊക്കെ എടുക്കണേ, പിള്ളേർക്കൊരു ഡ്രസ്സെങ്കിലും എടുക്കണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഓണം സെലിബ്രേഷൻ ആണെങ്കിലും ഇവർ രണ്ടുപേരും കഴിഞ്ഞ വർഷത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത്. ഇപ്പോഴാണ് നമ്മുടെ ആൻറ്റി നമുക്ക് ഓണക്കോടി എടുക്കാൻ നമ്മളെ സഹായിച്ചല്ലേ. അപ്പം നമ്മൾ ഇന്നലെ പോയി രാമപുരം പോയി ഡ്രസ്സൊക്കെ എടുത്തു അല്ലേ. അപ്പം നിങ്ങളെ ആ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം, നമ്മുടെ ഒരു സന്തോഷം കാണിക്കാം, അത്രേ ഉള്ളൂ. അതെ, ഓരോരോ വീഡിയോയ്ക്ക് ഇനി നമുക്ക് മാറി മാറി ഇടാൻ ഡ്രസ്സായി അല്ലേ. അപ്പോൾ ആൻറ്റിക്ക് നമ്മുടെ ഒരു പ്രത്യേകം നന്ദി അല്ലേ. ഇതാണ് നമ്മുടെ കച്ചിറമറ്റം, നമുക്ക് അകത്തേക്ക് പോവാം. കണ്ടോ കുഞ്ഞാറ്റെ? ഇതാണ് നമ്മുടെ കച്ചിറമറ്റം ടെക്സ്റ്റൈൽസ്. എടുക്കാം, കുഞ്ഞാറ്റയ്ക്ക് ആദ്യം എടുക്കാം അല്ലേ. നോക്കിക്കോ കുഞ്ഞാറ്റെ, എന്തോരം എടുപ്പാന്ന് നോക്കി. കുഞ്ഞാറ്റയുടെ ഒരു ഫാഷൻ ഷോ നടക്കുകയാണ്. കുഞ്ഞാറ്റ എല്ലാം ഇട്ട് നോക്കുന്നുണ്ട്, കുഞ്ഞാറ്റയ്ക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇവിടെ ദ്രോണച്ചേട്ടൻ അവനെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കച്ചിറമറ്റം ടെക്സ്റ്റൈൽസ് രാമപുരം. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ സേറ എല്ലാം ഇട്ട് നോക്കുക, ഇതെല്ലാം മേടിക്കാൻ പറ്റുമോ? സേറക്കുട്ടിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. സേറക്കുട്ടിയുടെ ഒരു പട്ടാടം ബ്ലൗസ് ഷേപ്പ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് മേളിലോട്ട്. അപ്പം അപ്പുക്കുഞ്ഞിനെ എടുക്കാൻ പോവാം, ബാ മേളിലോട്ട് പോവാം. മേളില സ്ലൈഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുക്കുഞ്ഞ് ഇഷ്ടമുള്ളത് പറഞ്ഞെടുത്തോളൂ കേട്ടോ. പിന്നെ ആൻറ്റി വിളിച്ചു അല്ലേ, ആൻറ്റി വിളിച്ചു, സന്തോഷമായി, അഡ്വാൻസ് ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു. കുഞ്ഞുമക്കളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ ആൻറ്റിയോട് പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ ആൻറ്റിയുടെ ഡീറ്റെയിൽസും പേരും ഒന്നും നമ്മളിവിടെ പറയണില്ല, കാരണം നമുക്ക് അനുവാദമില്ലാതെ അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ വീഡിയോ ഇട്ടതാണല്ലേ. പിന്നെ എന്താണ്, ഓണം സ്കൂൾ തുറക്കുമല്ലോ തിങ്കളാഴ്ച. എക്സാം പേപ്പർ വരുമ്പോൾ ഞാൻ ഇവരെല്ലാം കാണിച്ചു കൊടുക്കും, കുഞ്ഞാറ്റയുടെ പഠനത്തിൻ്റെ നിലവാരം എത്രയുണ്ടെന്ന്. ജയിക്കുമോ? ആന്നോ? അപ്പോൾ കുഞ്ഞിന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എളുപ്പം. ഏതോ ഒരു സബ്ജക്റ്റ് പാടുണ്ടായിരുന്നല്ലോ, സോഷ്യൽ സയൻസ്. അത് പൊതുവേ പാടായിരുന്നു. ഇവൻ്റെ അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നു അല്ലേ. പറ, കുഞ്ഞാറ്റയുടെ എക്സാം പാടായിരുന്നു. അതെ, കുഞ്ഞാറ്റ പഠിക്കാതാ പോയ മാത്സ്. അത് പക്ഷെ കുഞ്ഞാറ്റയ്ക്ക് എ ഗ്രേഡ് ഉണ്ടെന്ന്. അതാണ് സേറക്കുട്ടി പറയണത് അല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താ പറയാനുണ്ടോ? എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഒരുപാട് പേര് നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് അയച്ച് തരുന്നുണ്ട് അല്ലേ. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അതെ, ഒരുപാട് താങ്ക്സ് അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്, നമ്മളെ സഹായിക്കുന്നതിന് അല്ലേ. ഇനി നമുക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, അതെന്താ? സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നു. അതെ, ഇനി അതും കൂടെ നമുക്ക് സഹായിച്ചു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ഒരുപാട് സന്തോഷമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും